മയക്കുമരുന്നിനെതിരെ CPIM പറവൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 10,000 അണിനിരക്കുന്ന മനുഷ്യക്കോട്ട തീർക്കുന്നു. ജൂൺ 10 വൈകിട്ട് 5 മണിക്ക് മന്നം ജംഗ്ഷൻ മുതൽ വഴിക്കുളങ്ങര ജംഗ്ഷൻ വരെ നടക്കുന്ന മനുഷ്യക്കോട്ടയിൽ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ നിരവധി പ്രമുഖർ പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ. മനുഷ്യക്കോട്ടയ്ക്ക് ശേഷം 5 കേന്ദ്രങ്ങളിൽ പൊതുസമ്മേളനവും നടക്കും. പറവൂർ നഗരത്തിൽ നടക്കുന്ന പൊതുസമ്മേളനം മുൻ മന്ത്രി പ്രൊഫസർ C. രവീന്ദ്രനാഥ് ഉദ്ഘാടനം ചെയ്യും. മയക്കുമരുന്നിനെതിരെ CPIM പറവൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജൂൺ 10 മന്നം ജംഗ്ഷൻ മുതൽ വഴിക്കുളങ്ങര ജംഗ്ഷൻ വരെ 15 കേന്ദ്രങ്ങളിൽ 10,000 അണിനിരക്കുന്ന മനുഷ്യക്കോട്ട തീർക്കും. ഡോക്ടർ സുനിൽ P. ഇളയിടം, ഡോക്ടർ KV കുഞ്ഞികൃഷ്ണൻ, ഡോക്ടർ സാജു തുരുത്തിൽ, വിനോദ് കെടാമംഗലം, OU ബഷീർ തുടങ്ങി സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ നിരവധി പ്രമുഖർ മനുഷ്യക്കോട്ടയുടെ ഭാഗമാകുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മയക്കുമരുന്ന് എന്ന മഹാവിപത്ത് മനുഷ്യരാശിക്ക് നേരെ ഉണ്ടാക്കുന്ന ഭീഷണി വാക്കുകൾക്കതീതമാണ്. അത് വ്യക്തികളെ മാത്രമല്ല, കുടുംബ ബന്ധങ്ങളെയും സാമൂഹിക ബന്ധങ്ങളെയും തകർക്കുന്നു. അതിഹീനമായ കുറ്റകൃത്യങ്ങളിലേക്ക് വരെ നീളുന്ന ഈ വിപത്ത് വ്യാപിച്ചതിന്റെ ഭാഗമായി കൊലപാതകങ്ങൾ വരെ അരങ്ങേറുകയാണ്. നാശം വിതക്കുന്ന ഈ വിപത്തിന് ഇനി ഒരാളെ പോലും വിട്ടുകൊടുക്കാതിരിക്കാനും വിപത്തിൽ പെട്ടുപോയവരെ മോചിപ്പിച്ചെടുക്കാനും ലക്ഷ്യമിട്ടാണ് മനുഷ്യക്കോട്ട തീർക്കുന്നത്. സാമുദായിക സംഘടനകൾ, വിവിധ ക്ലബ്ബുകൾ, വായനശാലകൾ, വ്യാപാരി സംഘടനകൾ തുടങ്ങി വിവിധ മേഖലയിലുള്ള കൂട്ടായ്മകളും മനുഷ്യക്കോട്ടയിൽ അണിനിരക്കും. മനുഷ്യക്കോട്ടയ്ക്ക് ശേഷം 5 കേന്ദ്രങ്ങളിൽ പൊതുസമ്മേളനങ്ങളും നടക്കും. പറവൂർ നഗരത്തിൽ നടക്കുന്ന സമ്മേളനം മുൻ മന്ത്രി പ്രൊഫസർ C. രവീന്ദ്രനാഥ് ഉദ്ഘാടനം ചെയ്യും. തുടർ പ്രവർത്തനങ്ങൾ ജാഗ്രതാ സമിതികൾ രൂപീകരിക്കുന്നതിലൂടെ പുരോഗമിക്കും. വാർഡ് തലങ്ങളിൽ ജാഗ്രതാ സമിതികൾ, പോലീസ്, എക്സൈസ് സേനയുമായി സഹകരിച്ച് ജനകീയ ബ്രിഗേഡുകൾ, സ്കൂൾ കോളേജ് തലത്തിൽ ജാഗ്രതാ സമിതികൾ എന്നിവയ്ക്ക് രൂപം നൽകി പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുമെന്നും സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. നമ്മളിപ്പോൾ പറവൂർ ഏരിയ കമ്മിറ്റി എക്സൈസ് ഉദ്യോഗസ്ഥന്മാരായിട്ട് ആലോചിച്ചും പോലീസുമായി ആശയവിനിമയം നടത്തി, റെസിഡന്റ് അസോസിയേഷൻ ഭാരവാഹികളായിട്ട് ആശയവിനിമയം നടത്തിയിട്ടുണ്ട്, ഗ്രന്ഥശാല സംഘം പ്രവർത്തകരായിട്ട് നടത്തിയിട്ടുണ്ട്, കലാകാരന്മാരുമായിട്ടും അതുപോലെ തന്നെ ആരോഗ്യ പ്രവർത്തകരുമായിട്ടും എല്ലാം തന്നെ കൂടിയാലോചന നടത്തി ഞങ്ങളൊരു വലിയ സംഘാടക സമിതി വിളിച്ചു ഇറങ്ങിയിട്ടുണ്ടായി 2 ആ സംഘാടക സമിതിയിൽ നിരവധി ആളുകൾ, കായിക സംഘടനകളുടെ പ്രതിനിധികൾ പങ്കെടുത്തു, സമുദായ സംഘടനകളുടെ നേതൃത്വം പങ്കെടുത്തിട്ടുണ്ട്, സാംസ്കാരിക സംഘടനകൾ പങ്കെടുത്തിട്ടുണ്ട്, ലൈബ്രറി പ്രതിനിധികൾ പങ്കെടുത്തിട്ടുണ്ട്, രാഷ്ട്രീയമായിട്ടുള്ള പ്രസ്ഥാനങ്ങളുടെയൊക്കെ ഭാഗമായുള്ള ആളുകൾ എത്തിച്ചേരുകയാണ്. ഒരു വിപുലമായ സംഘാടക സമിതി മുൻ മന്ത്രി S. ശർമ്മ ചെയർമാനായിട്ടുള്ള സംഘാടക സമിതി രൂപീകരിച്ചു. ആ സംഘാടകരുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ 2-3 ആഴ്ചക്കാലമായി ഞങ്ങൾ ഇതിന്റെ ഘട്ടംഘട്ടമായ പ്രവർത്തനം നടത്തി വരികയാണ്. ഏരിയ സെക്രട്ടറി TV. നിതിൻ, ലൈബ്രറി കൗൺസിൽ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ KV കുഞ്ഞികൃഷ്ണൻ, DYFI സംസ്ഥാന കമ്മിറ്റി അംഗം L. ആദർശ്, CPIM ഏരിയ കമ്മിറ്റി അംഗം TS. രാജൻ, പറവൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KS. സനീഷ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. അങ്ങനെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത് ഒരുപാട്. അതുകൊണ്ടാണ് ഏറ്റവും ചെറിയ 10 വയസ്സ് മുതലുള്ള കുട്ടികളാണ് ഇവർ പഠിക്കാൻ നോക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് പ്രത്യേകമായിട്ട് അഡ്രസ്സ് ചെയ്യുകയും ഈ പറഞ്ഞ രീതിയിലുള്ള ജാഗ്രതാ സമിതികൾ രൂപീകരിച്ച് ഓരോ ആൾക്കാരും ജാഗ്രതാ സമിതിയിലെ അംഗമാകേണ്ട ഒരു സാഹചര്യമാണ്. കാരണം ഇന്ന് ഞാൻ നാളെ നീ എന്ന് മാത്രമേ ഉള്ളൂ. ഒരാൾക്കും മാറുന്നതിൻ്റെ അയൽക്കാരൻ കിട്ടണം വലിയ അംഭാവിയാണ്. അയാളുടെ മകനിങ്ങനെ അങ്ങനെയല്ലോ നമ്മൾ അങ്ങനെ എഴുതിയിട്ടുണ്ട്. ഒരു കുട്ടി കിട്ടുന്നതാണ് അതാണ് കൊമ്പുണ്ട് എന്നൊക്കെ ആൾക്കാർ പറയും. പക്ഷെ അടുത്ത ദിവസം ഇയാളുടെ കൊമ്പിലേക്ക് ഇത് പിടിക്കാം. അതുകൊണ്ട് ഇമാതിരി സാധനങ്ങൾ ഇല്ലാതാക്കാനുള്ള വലിയൊരു ക്യാമ്പയിൻ കൂടി ഈ ക്യാമ്പയിന്റെ ഭാഗമായിട്ട് നടക്കുന്നു. ന്യൂസ് ബ്യൂറോ, പറവൂർ. ആദ്യ കാഴ്ചയിൽ നിങ്ങളുടെ മനസ്സിൽ പതിയുന്ന ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങളുടെ വൈവിധ്യമാർന്ന കളക്ഷൻസ്. 250 മില്ലി മുതലുള്ള കുട്ടിവളകൾ, 1.5 ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ, 2 ഗ്രാം മുതലുള്ള വലിയ വളകൾ. അലീന ഗോൾഡൻ ഡയമണ്ട്സ്.